മഴവില്ലിലെ വെള്ളയ നൊമ്പരപ്പമ്പര ചുറ്റല് കണ്ടോ നീ ഇടിമിന്നല് വെട്ടിയ വെട്ടത്തെ നെഞ്ചത്തെ കീറലി കണ്ടോ നീ നടാതെ പാതിയായ പാടമാണു ഞാറ്റുവേലയെ വരാമോ മാറിലൂടെ കാല് കീറി കാട്ടുചോലയെ പിള്ളത്തരമേ തീരം തേടിപ്പോകാം കാറ്റിൻ മൂളിപ്പാട്ടും കേൾക്കാം മഞ്ഞു പെയ്യുമി താഴ്വരകൾ വേനൽ ചൂടിൻ മണൽ വഴികൾ ഏറിപ്പോകാം ദൂരെ ദൂരെ തേടിപ്പോകാം കാറ്റിൻ മൂളിപ്പാട്ടും കേൾക്കാം മഞ്ഞു പെയ്യുമി താഴ്വരകൾ വേനൽ ചൂടിൻ മണൽ വഴികൾ പോകാം ദൂരെ ദൂരെ ഇളം കാറ്റു വന്നു തലോടും ഈ കുന്നിൻ ചരുവിൽ
അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണവുമായി ബന്ധപ്പെട്ട് ജൂൺ 26 ബുധനാഴ്ച GHSS എടത്തനാട്ടുകര NSS യൂണിറ്റ് സ്കൂൾ ക്യാമ്പസിൽ നിന്നും കോട്ടപ്പള്ള കവല ബസ് സ്റ്റാൻഡ് വരെ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. NSS വോളണ്ടിയർമാരോടൊപ്പം അവർക്ക് കരുത്ത് പകർന്നുകൊണ്ട് പ്രോഗ്രാം ഓഫീസർ പ്രീത ടീച്ചറും മറ്റ് അധ്യാപകരും റാലിയിൽ പങ്കെടുത്തു. എല്ലാതരം ലഹരി പദാർത്ഥങ്ങളും മയക്കുമരുന്നുകളുമൊക്കെ സമൂഹത്തിനെ കാർന്നുകൊണ്ടിരിക്കുന്ന വൻ വിപത്താണ് എന്ന തിരിച്ചറിവ് പുതുതലമുറയ്ക്ക് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത NSS വോളണ്ടിയർമാർ പങ്കുവച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് റാലി അവസാനിച്ചപ്പോൾ NSS വോളണ്ടിയർമാരുടെ വകയായി ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബ് ഉണ്ടായിരുന്നു. മണ്ണാർക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ ബഷീർ കുട്ടി സർ കുട്ടികൾക്കും നാട്ടുകാർക്കും ലഹരി വിരുദ്ധ സന്ദേശം കൈമാറി. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമാണ്. ഇന്നത്തെ ദിവസത്തിന്റെ കുട്ടികളെക്കാൾ ഉപരി നമ്മൾ രക്ഷകർത്താക്കൾ അവരെ ലഹരിയിലേക്ക് പോകാതിരിക്കുവാനുള്ള ഒരു ഗാർഡ്, ഒരു സംരക്ഷണം നിങ്ങൾ തീർക്കണം. ഏറ്റവും അവസാനം പറയാനുള്ളത്, മറ്റു ലഹരികൾ വേണ്ടേ വേണ്ട, പഠനം തന്നെ നമുക്ക് ലഹരി. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഇവിടെ പറയുന്ന പ്രതിജ്ഞയും അതിനോടൊപ്പം തന്നെ ഏറ്റവും ശക്തമായി നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ട ഒരു പ്രതിജ്ഞയാണ്, മറ്റു ലഹരികൾ വേണ്ടേ വേണ്ട, പഠനം തന്നെ നമുക്ക് ലഹരി. മയക്കുമരുന്ന് തുടർന്ന് എല്ലാവരും ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. കുടുംബാംഗങ്ങളെയും സ്കൂളിൽ പ്രദർശിപ്പിച്ച സിഗ്നേച്ചർ വാളിൽ ജീവിതമാണ് ലഹരിയെന്നും ജീവിതകാലം മുഴുവനും ലഹരിക്കെതിരെ പൊരുതുമെന്നും ഉറപ്പിച്ചുകൊണ്ട് സ്കൂൾ പ്രിൻസിപ്പലും ഹെഡ് മാസ്റ്ററും മറ്റ് അധ്യാപകരും എല്ലാ കുട്ടികളും ഒപ്പുവെച്ചു. പടയായി പൊരുതാം പീറോടെ, കടലായി കടലായി ലഹരിക്കെതിരായി തീയായി പടരാം പാശിയോടെ. ഇനിയും ഇവിടെ തുടരെ ചുവടാൽ പടയായി പൊരുതാം പീറോടെ, കടലായി കടലായി
ലഹരികൾക്കെതിരായ അണിചേരാൻ പോരൂ യുവജനമേ വേഗം നിങ്ങൾ. ഇനി ലഹരിയിൽ തകരാതിടുവാനെന്നും സാന്ത്വനമായി കൂടെ ഞങ്ങൾ. ഇനി ഈ ലൈഫിൽ നിന്നും ലഹരികൾക്കെതിരായി നല്ല നല്ല ഡിസിഷൻസ് എടുക്കണം പവറായി. കരുതണം പ്രിക്കോഷൻസ് ആരോഗ്യത്തിൽ വളരാൻ. വന്നാലും ഇരുന്നാലും എല്ലാരും ചൊല്ലിടും ഉലകത്തിൽ വാഴുന്നവർക്ക് ആരോഗ്യം വേണ്ടും. ഇനി ഈ ലൈഫിൽ നിന്നും ലഹരികൾക്കെതിരായി നല്ല നല്ല ഡിസിഷൻസ് എടുക്കണം പവറായി. കരുതണം പ്രിക്കോഷൻസ് ആരോഗ്യത്തിൽ വളരാൻ. വന്നാലും ഇരുന്നാലും എല്ലാരും ചൊല്ലിടും ഉലകത്തിൽ വാഴുന്നവർക്ക് ആരോഗ്യം വേണ്ടും. വന്നാലും ഇരുന്നാലും എല്ലാരും ചൊല്ലിടും ഉലകത്തിൽ വാഴുന്നവർക്ക് ആരോഗ്യം വേണ്ടും. വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സുണങ്ങാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവവൃത്തി ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സുണങ്ങാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ. സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ. അപ്പൊ ഇനി നമ്മൾ എന്ത് തയ്യാറാണ്? CPR കൊടുക്കാൻ തയ്യാറാണ്. CPR കൊടുക്കേണ്ട ആ ഇരുത്തവും അതിന് മൊത്തം എടുത്ത് പറഞ്ഞിട്ട് നമുക്ക് ഓർപ്പിക്കാൻ പറ്റുന്ന കയ്യില് മറ്റേ കൈ ക്രോസ് ചെയ്ത് വെക്കുക, മുട്ട് കൈമുട്ടും കാൽമുട്ടിലിരിക്കുക, കൈമുട്ട് വളയാതിരിക്കുക. കൈ ഈ ഭാഗമാണ് വെക്കേണ്ടത് കേട്ടോ. ഒരിക്കലും അതായത് ഈ നമ്മുടെ വിരൽ ഭാഗം എന്ത് ചെയ്യുന്നില്ല, തട്ടുന്നേ ഇല്ല കേട്ടോ. ഈ ഭാഗം എന്നിട്ട് തട്ടിന്റെ ഭാഗത്ത് വെച്ചു. തട്ട് എത്ര താഴണം? 2 സെന്റിമീറ്റർ താഴണം. ഒരു സൈക്കിള് 30 കംപ്രഷന് 2 ബ്രേക്ക് കേട്ടോ. രണ്ട് ബ്രേക്ക് കൊടുക്കുക. വീണ്ടും 30 കംപ്രഷൻ മതി. അത്രയും മതി. മനസ്സിലായോ അല്ലെ? ഇപ്പൊ അടുത്ത മിനിയാന്ന് ബസ്സിൽ ഒരാൾ കുഴഞ്ഞ കരോട്ടി പൾസ് ചെക്ക് ചെയ്തു. കരോട്ടി പൾസ് ഇല്ല. ഉടൻ തന്നെ കൊടുക്കണം. CPR കൊടുക്കണം. അതിന് മുമ്പ് എന്ത് ചെയ്യണം? ഒരു കാര്യം, ആംബുലൻസ് വിളിക്കാൻ ഒരാളെ ഏർപ്പെടുത്തണം കേട്ടോ. CPR കൊടുക്കുക. എവിടെ വെക്കണം? ഹൃദയഭാഗത്ത് വെച്ചു. ഹൃദയഭാഗത്ത് നല്ല ബലം കൊടുക്കാൻ പറ്റുന്ന കൈയിന്റെ ഈ ഭാഗം വെച്ചു. അതിന് മേലെ രണ്ടാമത്തെ കൈ ചേർത്ത് വെച്ചു. നെഞ്ചിൻ കൂടിന് അവിടെ വെച്ചു. നെഞ്ചിൻ കൂടെ എത്ര അളവില് പോകണം? 2 ഇഞ്ച് അഥവാ 5 സെന്റിമീറ്റർ താഴത്തേക്ക് പോകുന്ന രീതിയിൽ പ്രസ് ചെയ്യണം. കൈമുട്ട് പറയാൻ പാടില്ല. കാൽമുട്ടിലിരിക്കണം. നമ്മുടെ ബോഡി ഭാരമാണ് കൊടുക്കേണ്ടത് അല്ലെ? 1 മിനിറ്റിൽ എത്ര പ്രാവശ്യം കൊടുക്കണം കംപ്രഷൻ? 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. അതിനുശേഷം തല എന്ത് ചെയ്യാൻ പറഞ്ഞത്? ഒന്ന് താഴ്ത്തി വെക്കുക. അപ്പോ മൂക്കും വായും എന്ത് ചെയ്യും? ഒരല്പം മുകളിലേക്ക് വരും. ഒരു കൈ കൊണ്ട് നമ്മൾ മൂക്ക് പൊത്തുക. വായ തുറന്നിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ വായ ചേർത്ത് 2 ബ്രീത്ത് കൊടുക്കുക. മനസ്സിലായോ? അത് കഴിഞ്ഞ ശേഷം ഉടൻ തന്നെ എന്ത് ചെയ്യും? സാധനങ്ങളൊക്കെ പുറത്തേക്ക് വരും. അപ്പൊ ഒന്നാമത്തെ രീതി ഏതാണ്? കഫിൽ. രണ്ടാമത്തത് അതുകൊണ്ട് പോരുന്നില്ല എങ്കിൽ കേൾക്കൊന്ന് കുനിച്ചു നിൽക്കുക. കുനിഞ്ഞോ? എന്താ പറയുന്നത്? കുനിച്ചെടുത്തിട്ട് എന്ത് ചെയ്താ പറഞ്ഞത്? നമ്മൾ പിന്നിൽ നിൽക്കുന്നു. ഒരു കൈ എന്ത് ചെയ്യാൻ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ വയറ്റിൽ ചുറ്റി പിടിച്ചിരിക്കുക. ഒരു കാലം നമ്മള് അദ്ദേഹത്തിന്റെ 2 കാലിന്റെയും വേണ്ടിയിലേക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? ഇവിടെ ഒരു പട്ടയുണ്ട്. മനസ്സിലായോ? ആ പട്ടയില് ഒരു 5 ചെത്ത് 1 2 3 4 5 ഇതിന്റെ സ്നാപ്പിംഗ് എന്ന് പറയും. ആദ്യത്തെ കഫിൽ, ഇത് സ്നാപ്പിംഗ്. ഒരു കാല് സപ്പോർട്ട് ചെയ്ത് വെച്ചു. അദ്ദേഹത്തിന്റെ പുക്കളിന്റെ മേലെ നമ്മൾ എന്ത് ചെയ്താ പറയുന്നത്? അതായത് കൈ മുഷ്ടി ചുരുട്ടി വെച്ചു. ശ്രദ്ധിക്കണേ, മുഷ്ടി ചുരുട്ടി വെച്ചു.
ഈ രീതിയിൽ മുഷ്ടി തിരുത്തി നമ്മൾ വെച്ചു. ഈ കൈയെ പടം ആ മുഷ്ടിയുടെ മേലെ വെക്കുക. എന്നിട്ട് ഒന്ന് താഴ്ത്തിട്ട് വാരി നീട്ടുക. വാരി നീട്ടി കൃത്യമായിട്ട് ഇപ്പം ഞാൻ എടുത്താൽ ഇയാളെ രാവിലെ കഴിച്ചു കൃത്യമായിട്ട് ചെയ്യണം. മനസ്സിലായി? അപ്പോ അതുകൊണ്ട് കൃത്യമായിട്ട് യാതൊരു സംശയം വേണ്ട. ഛർദിക്കും. നമ്മള് ഇവിടെ വെക്കുക. എന്ന് നമ്മൾ മറന്നു നിന്നു കമന്ന് നിന്നിട്ട് റിസ്ക്കാണ്. മനസ്സിലായി? അതായത് അദ്ദേഹത്തിന്റെ കയ്യെ സപ്പോർട്ട് ചെയ്ത് എന്ത് ചെയ്യാൻ പറഞ്ഞത്, നമ്മൾ ജസ്റ്റ് മറന്നു നിന്നിട്ട് എന്ത് ചെയ്യണം, അദ്ദേഹത്തെ കൊണ്ട് പോകണം. അതായത് അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്താൽ പറഞ്ഞത്, ജസ്റ്റ് ഇങ്ങനെ നടത്തിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ കയ്യെ ഉള്ളിലിട്ടിട്ട് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ മറന്നാണ്. നമുക്ക് നിർത്തി കമന്ന് നിർത്താൻ കഴിയോ? നമുക്ക് ആയപ്പോൾ തന്നെ പ്രയാസമുണ്ട്. ഓക്കെ, നമ്മൾ നിർത്തി ഇയാളെ കൊണ്ടുപോകാം. അപ്പൊ മറന്നു നിന്നിട്ട് എന്ത് ചെയ്യണം, ഇയാളെ കൊണ്ട് നമുക്ക് പോകാൻ. ഇയാളും അങ്ങനെ അടക്കി പിടിച്ചു നോക്കി എന്ത് ചെയ്യാം, ഇയാളെ പെട്ടെന്ന് തന്നെ അടക്കി പിടിച്ചു. എന്താ ചെയ്യാം, ചിന്തനെ പിടിച്ചു. ഇയാള് എന്നെ എങ്ങനെ പിടിച്ചോ, ഇയാളെ പിടിച്ചു. എന്റെ കയ്യെ അതായത് നമുക്ക് ബലത്തിൽ പിടിക്കാം. കാരണം മുപ്പത് മുങ്ങിപ്പോയതിനു വേണ്ടി എന്റെ കൈ സർവ്വശക്തി ഉപയോഗിച്ചോണ്ട് പിടിച്ചിരിക്കാം. അല്ലെ എന്നെ പിടിച്ചിട്ട് ഞാൻ താഴും. ആളുകളുള്ള പൊതുവെ പ്രശ്നങ്ങളായിരുന്നു. കിയാം കിയാം കുഞ്ഞിക്കുഴി നിന്നെ കാണാൻ എന്തു രസം, കുഞ്ഞിത്തലയും കുഞ്ഞിക്കൊക്കും കണ്ണും കാണാൻ എന്തു രസം. കിയാം കിയാം കുഞ്ഞിക്കുഴി നിന്നെ കാണാൻ എന്തു രസം, കുഞ്ഞിത്തലയും കുഞ്ഞിക്കൊക്കും കണ്ണും കാണാൻ എന്തു രസം. കിയാം കിയാം കുഞ്ഞിക്കുഴി നിന്നെ കാണാൻ എന്തു രസം, കുഞ്ഞിത്തലയും കുഞ്ഞിക്കൊക്കും കണ്ണും കാണാൻ എന്തു രസം. കിയാം കിയാം കുഞ്ഞിക്കുഴി നിന്നെ കാണാൻ എന്തു രസം, കുഞ്ഞിത്തലയും കുഞ്ഞിക്കൊക്കും കണ്ണും കാണാൻ എന്തു രസം.
കരുതും കരങ്ങൾ എന്ന പ്രോജക്റ്റിന്റെ ഭാഗമായി GHSS എടത്തനാട്ടുകരയിലെ NSS വോളണ്ടിയർമാർ വയോജന സംഗമം സംഘടിപ്പിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി P. പ്രീത നായർ അധ്യക്ഷത വഹിച്ചു. NSS വോളണ്ടിയർ ലീഡർ T. ഹന സ്വാഗതം ആശംസിച്ചു. വാർഡ് മെമ്പർ ശ്രീ അക്ബർ അലി പാറക്കോട്ടിൽ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. NSS മണ്ണാർക്കാട് ക്ലസ്റ്റർ കൺവീനർ ശ്രീ യൂസഫ് അലി സർ മുഖ്യാതിഥിയായിരുന്നു. തുടർന്ന് കലാപരിപാടികളും അനുഭവങ്ങൾ പങ്കുവെക്കലും നടന്നു. മുത്ത് റസൂലിൻ കരളിന്റെ കഷ്ണം ഫാത്തിമ മുത്തായ ദീനിൽ മാതൃക മഹിള ഫാത്തിമ മുത്ത് റസൂലിൻ കരളിന്റെ കഷ്ണം ഫാത്തിമ തങ്കമാർന്ന പെൺകൊടി മകമാരിലെ റാണി താരങ്ങൾ പൂത്തപ്പോൾ ചീത്തൂകും സുന്ദരി അഴകുള്ള ഫാത്തിമ അരുമക്കു ഫാത്തിമ അല്ലാന്റെ ദൂതരെ പൂമോള് ഫാത്തിമ അലിയാര് തങ്ങൾക്ക് ഇണയൊത്ത ഒരുപാട് ആളുകൾ വീടായിട്ട് ഞങ്ങളുടെ ഇപ്പൊ കുറെ വീടായിട്ട് ഒരുപാട് വീടായിട്ട് ഞാൻ 10-25 വീടായിട്ടുണ്ട്. ഒരു 10-50 എൻ്റെ ബാച്ചിലെ കുട്ടികളൊക്കെ ഇപ്പൊ ഏതാനും ജോലിക്കാരായി. അതിലിപ്പോ ഞാൻ മാത്രമുള്ളൂ എൻ്റെ അറിവില് ജോലിയില്ലാത്ത നമ്മളെ കാലം. പക്ഷെ അന്നത്തെ കാലം ഇന്നിപ്പോ പഠിച്ചു എല്ലാ കുട്ടികളും പഠിക്കുന്നവർ. അന്ന് പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ പഠിക്കാനേ സമ്മതിക്കില്ല. എന്റെ താഴെ 2 പെൺകുട്ടികളും, ഒരാൾ 9ാം ക്ലാസ് 8ാം ക്ലാസ്സും. കല്യാണം കഴിഞ്ഞൊക്കെ ഭർത്താക്കന്മാരൊപ്പം പോയി. പിന്നെ എന്റെ വാപ്പാക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എന്നെ എന്തായാലും ഒരു ജോലി കയറ്റണം എന്ന്. ശില്പിയെ പോൽ നിന്നു പോയ വസന്തങ്ങൾ കാലത്തിൽ നീട്ടിയ കൺമണിയേ എന്നെന്നും നീ എന്നോമൽ കുഞ്ഞല്ലേ കൊതി തീരാക്കിനാവല്ലേ നീ പാടുമ്പോൾ